നമസ്കാരം. ടി20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും തീർത്തും അപ്രതീക്ഷിതമായി തഴയപ്പെട്ട നിർഭാഗ്യവാനാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററും ഫിനിഷറുമായ ജിതേഷ് ശർമ്മ. അദ്ദേഹം ഉറപ്പായും ലോകകപ്പ് സ്ക്വാഡിൽ ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും ഏകദേശം മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ഒരു കാര്യം. പക്ഷേ ശുഭ്മൻ ഗിൽ പുറത്താക്കപ്പെട്ടതോടെ തന്നെയും ടീം കോമ്പിനേഷന് മാറ്റമുണ്ടാവുകയും ചെയ്തതോടെയും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജിതേഷിന്റെ ലോകകപ്പ് പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു എന്ന് പറയേണ്ടത്. ലോകകപ്പിൽ മാത്രമല്ല, ന്യൂസിലൻഡുമായി നടക്കാനിരിക്കുന്ന 5 ടി20കളുടെ പരമ്പരകളിലും അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനം ലഭിച്ചില്ല എന്നതുകൂടി നമ്മൾ പറയണം. പകരം ലഭിച്ചതോ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനും ഇഷാൻ കിഷനുമാണ് വിക്കറ്റ് കീപ്പർമാരായി ടീമിൽ ഇടം നേടാനൊക്കെ ഉള്ള ഭാഗ്യം ലഭിച്ചത്. ലോകകപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപാണ് താൻ ഒഴിവാക്കപ്പെട്ട കാര്യം താൻ അറിഞ്ഞതെന്നും പിന്നീടൊരു അഭിമുഖത്തിൽ തന്നെ ജിതേഷ് വെട്ടിത്തുറന്ന് പറഞ്ഞത് വെളിപ്പെടുത്തിയതുമൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഏറ്റവും അവസാനമാണ് താൻ ആ ടീമിലില്ല എന്നറിയുന്ന ജിതേഷിന്റെ ഒരു അവസ്ഥ അത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് എന്നാണ് എല്ലാവരും എടുത്തു പറഞ്ഞൊരു വിഷയം. ഈ തരത്തിൽ തന്നെ വലിയ അവഗണന നേരിട്ടിട്ടും ന്യൂസിലൻഡുമായുള്ള ടി20 പരമ്പരയ്ക്ക് മുൻപ് ഇന്ത്യൻ ടീമിനെ കാണാനെത്തിയിരിക്കുകയാണ് ജിതേഷ് എന്നുകൂടി നമ്മൾ പറയണം. നാഗ്പൂരിലെ തന്നെ ടീം ഹോട്ടലിൽ അദ്ദേഹത്തെ സഞ്ജു സ്വീകരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നുകൂടി നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിനു വേണ്ടി കളിക്കളത്തിന് പുറത്തു പോലും പരസ്പരം മത്സരിക്കുന്നവരാണെങ്കിലും സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടുമെന്ന് പറയുന്നു. ക്രിക്കറ്റ് പ്രേമികൾ ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. പ്രായം കൊണ്ട് ഇളയതായിട്ടും തനിക്ക് സഞ്ജു മൂത്ത സഹോദരനെ പോലെയാണെന്നായിരുന്നു കുറച്ചു മുൻപ് ജിതേഷിന്റെ വാക്കുകൾ വന്നത്. ഇതെത്രമാത്രം ശരിയാണെന്ന് ഇപ്പോൾ വൈറലായിരിക്കുന്ന ഈ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വളരെയധികം അറിയാൻ സാധിക്കുന്നുണ്ട്. ന്യൂസിലൻഡുമായുള്ള ആദ്യ ടി20 മത്സരം കളിക്കാനെത്തിയ ഇന്ത്യൻ ടീം താമസിക്കുന്നത് നാഗ്പൂരിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ താമസിക്കുന്ന വ്യക്തിക്ക് തന്നെ അവിടെയുള്ള വീഡിയോയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അവിടേക്കായിരുന്നു ജിതേഷിന്റെ സർപ്രൈസ് സന്ദർശനം എത്തിയത്. ടീം ഹോട്ടലിന് മുന്നിൽ കാർ ഇറങ്ങിയ ശേഷം ജിതേഷിനെ സ്വീകരിക്കാൻ സഞ്ജു കാത്തു നിൽപ്പുണ്ടായിരുന്നു. അതുകൂടി കണ്ടപ്പോൾ എല്ലാവർക്കും ആശ്ചര്യമായി. എന്ത് നല്ല സൗഹൃദമാണ് ഇവർ തമ്മിലെന്ന് പറയാൻ തോന്നി. നിറഞ്ഞ ചിരിയോടെ ജിതേഷിനെ കെട്ടിപ്പിടിച്ചായിരുന്നു സഞ്ജുവിന്റെ സ്വീകരണം. അതിനുശേഷം കയ്യിൽ പിടിച്ച ബാല്യകാല സുഹൃത്തുക്കളെ പോലെ തന്നെ ഇരുവരും ടീം ഹോട്ടലിനകത്ത് കയറുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു. ഇരുവരുടെയും സൗഹൃദം കണ്ടപ്പോൾ തന്നെ ആശ്ചര്യം തോന്നി എന്ന് പറയുന്നു. ഇന്ത്യയുടെ അവസാനത്തെ ടി20 പരമ്പര വരെയും ടീമിലുണ്ടായിരുന്ന താരമാണ് ജിതേഷ്. ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരായിരുന്നു ഇതെന്ന് പറയാം. ഇവയിൽ കൂടുതലും മത്സരങ്ങളിലും വിക്കറ്റ് കാത്തതും അദ്ദേഹം തന്നെയാണ് എന്ന് എടുത്തു പറയണം. സഞ്ജു ആകട്ടെ മിക്ക കളിയിലും ബെഞ്ചിലിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഇവർ തമ്മിലുള്ള മത്സരവും സൗഹൃദവും ഒക്കെ ചർച്ചയിലേക്ക് മാറുന്നു എന്ന് പറയുന്നു. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള 5ാമത്തെയും അവസാനത്തെയും ടി20യിലാണ് ഓപ്പണറായി സഞ്ജുവിനെ 11ലേക്ക് തിരികെ കൊണ്ടുവന്നത് എന്നതുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. വളരെ അഗ്രസീവായ ഇന്നിംഗ്സുമായി അദ്ദേഹം മിന്നിക്കുകയും ചെയ്തു എന്നത് നമുക്ക് മറക്കാൻ സാധിക്കില്ല. അതിനുശേഷം കഴിഞ്ഞ വർഷം ഓപ്പണറായി ടി20യിൽ ഒരു 50 പോലും നേടാവാതെ വലഞ്ഞ ശുഭ്മൻ ഗില്ലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയെന്ന ബോൾഡായ തീരുമാനം തന്നെ സെലക്ഷൻ കമ്മിറ്റി സ്വീകരിക്കുകയും ചെയ്തു.